നമ്മുടെ മല്ലു ഫാമിലിയിലെ സുജിനും അതായത് നമ്മുടെ പൊന്നൂസും ഡിവോഴ്സ് ആയെന്ന് പറഞ്ഞ ന്യൂസ് നിങ്ങളെല്ലാം കേട്ടത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിട്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇത് ബേസിക്കലി ഇത് അറിയിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടെ പൊന്നൂസ് പുള്ളിക്കാരുടെ ഇൻസ്റ്റാഗ്രാം, അതായത് മല്ലു ഫാമിലിയുടെ സുജിൻ്റെ വൈഫ് ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടെ ഇതേപോലത്തെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ഞാൻ ഒന്ന് കാണിക്കാം. അതായത് ഇതാണ് പുള്ളിക്കാരി ഉദ്ദേശിച്ചത്. അതായത് നമ്മൾ പുള്ളിക്കാരി ഏകദേശം 6 വർഷത്തോളം ഉള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇവരുടെ മാരീഡ് ലൈഫിൽ ഉണ്ടായിരുന്നത്. അതായത് ഇവർ ലവ് മാരേജ് ആയിരുന്നു. അതായത് ഈ സുജിൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ വളരെ, അതായത് തീരെ ഭയങ്കര താഴേന്ന് കടന്ന് വളർന്ന് വന്ന ഒരു പുള്ളിക്കാരനാണ്. അതായത് പുള്ളിക്കാരൻ ആദ്യം ഓട്ടോറിക്ഷ അതൊക്കെയായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം പുള്ളിക്കാരൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിൽ നിന്നാണ് എല്ലാം തുടക്കം ഉണ്ടായത്. അത് പുള്ളിക്കാരൻ ബേസിക്കലി ഫാമിലി വ്ളോഗ്സാണ് ചെയ്യുന്നത്. അതായത് ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ക്ലിപ്പ് കാണിച്ചു തരാം. ഇതേപോലത്തെ ഫാമിലി ടൈപ്പായിട്ടുള്ള വ്ളോഗ്സാണ് യൂട്യൂബിൽ ഇത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കാലക്രമേണ പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിലോട്ട് മാറി. അങ്ങനെയാണ് പുള്ളിക്കാരൻ ഇതിലൂടെ മാറുന്നത്. അതായത് ഇവർ സ്നേഹിച്ചാണ് കെട്ടിയത്. സ്നേഹിച്ച് കെട്ടിയിട്ട് 6-7 വർഷം അടുപ്പിച്ച് ഇവരുടെ ഇതിൽ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ ഇവർക്ക് കുട്ടികളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ദാമ്പത്യ ജീവിതത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരിൽ എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു. അങ്ങനെ ഇവർ നല്ല രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചു പിരിഞ്ഞതല്ല, നല്ല രീതിയിൽ തന്നെ ഇവർ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്നെ വേർപിരിയാൻ തീരുമാനിച്ചത് നല്ലൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഇതൊക്കെ കണ്ടതിന് ശേഷം സുജിൻ ഒരു റിപ്ലൈ ആയിട്ട് പുള്ളിക്കാരൻ്റെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ വീഡിയോ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ന്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഭർത്താക്കന്മാർ തല്ലി, ഭർത്താവ് ഭാര്യ കൊന്നു, ഭാര്യ ഭർത്താവിന് വിഷം കൊടുത്തു, അമ്മായിമ്മ തച്ചു, അമ്മൂസാക്ക തച്ചു, പ്രശ്നങ്ങൾ, കേസ്, കോടതി, വഴക്കുകൾ ഒരുപാട് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും. ഞാനും കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു സംഗതിയിലേക്ക് പോവാതെ ഞാനും അവളും പാടന്നെ മ്യൂച്വലി എടുത്ത തീരുമാനമാണ് പിരിയാം എന്ന്. അത് നല്ലൊരു തീരുമാനം, മ്യൂച്വലി എടുത്ത തീരുമാനമാണ്. എന്തായാലും ഈ വീഡിയോയുടെ താഴെ പുള്ളിക്കാരി ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ആ കമൻറ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. We both felt that something was missing in our relationship, so we choose to walk separate paths. This decision is better for my mental health and for our children too. I have already said we will always remain in each other's heart, but no longer in each other's life. These are my last and final words about our separation. I kindly request everyone to give us space to heal from this pain. I am no longer a part of Mallu family. I hope that at least once we are able to make you all smile together. This will be my final comment on Mallu family channel. Thank you so much everyone for your love and blessings. അതായത് പുള്ളിക്കാരി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പുള്ളിക്കാരി കുറേ നാൾക്ക് ശേഷമാണ്, അതായത് ഇവർ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഏകദേശം കുറച്ച് മാസങ്ങളായതിനു ശേഷം പുള്ളിക്കാരി ഇത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഇതേപോലെ ഫാമിലി റിലേറ്റഡ് വ്ളോഗ്സാണ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളെ അറിയിക്കേണ്ട ബാധ്യത ഇവർക്ക് ഉണ്ടായതുകൊണ്ട് പുള്ളിക്കാരി ഒരു പോസ്റ്റായിട്ട് അത് ഇട്ടെന്നേ ഉള്ളൂ. എന്തായാലും ബാക്കി സുജിൻ്റെ ഒരു വീഡിയോ റെസ്പോൺസ് കൂടെ കാണാം. എന്തായാലും നമുക്ക് ഒരിക്കലും വിചാരിച്ച ഒരാളല്ല, ഒരിക്കലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു യൂട്യൂബിലൊരു വീഡിയോ ചെയ്ത് വരണം, അല്ലെങ്കിൽ ഇത് വെച്ച് റീച്ച് ഉണ്ടാക്കിയിട്ട് കാശ് ഉണ്ടാക്കണം എന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷേ കുറേ കമൻസുകളും അല്ലെങ്കിൽ കുറേ വീഡിയോസുകളൊക്കെ കണ്ടു. അങ്ങനെ എനിക്കോ പൊന്നൂസിനോ ഒരു വീഡിയോസ് ഇട്ടിട്ട് ഒരു വിവാദങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മളതൊരു പോസ്റ്റിൽ ഇത് എന്തുകൊണ്ടാണ് ഇത് ആൾക്കാർ പറയുന്നത് അറിയോ? അതായത് ഇവരുടെ പണ്ടത്തെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണ്ടത്തെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ഫുൾ ഈ ടൈപ്പ്, അതായത് പൊന്നൂസ് എൻ്റെ അടുത്ത് പിണങ്ങി, ഞാനും പൊന്നൂസായിട്ട് വഴക്കുണ്ടായി, അങ്ങനെ കുറേ ആ ടൈപ്പ് കുറേ കണ്ടൻസ് ഇവർ തന്നെ കുറേ ഇതിൽ പറയും. പിന്നെ കുറേ വീഡിയോസ് കഴിയുമ്പോൾ പറയും അത് പ്രാങ്ക് ആയിരുന്നെന്ന് പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ വീഡിയോസ് ഇടുമ്പോഴത്തേക്കും ആൾക്കാർ ഇതൊരു കണ്ടപ്പോഴത്തേക്കും എല്ലാവരും വിചാരിച്ച സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ഒരു ഉടായ്പ, അതായത് റീച്ചിന് വേണ്ടിയിട്ട് എല്ലാവരും ആദ്യം പറഞ്ഞത് ഫോർച്യൂണറിന്, കുറേ പേര് ആദ്യം കമൻറ്റ് ഇട്ടത് അടുത്ത ഫോർച്യൂണർ നെക്സ്റ്റ് ഫോർച്യൂണർ ലോഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ പണ്ട് വേറൊരു ഫാമിലി വ്ളോഗറിൻ്റെ ഇത് കണ്ടാണ്. അതായത് അനിയൻ ഇതേപോലെ വഴക്കിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫാമിലി വ്ളോഗറിൻ്റെ, ഞാൻ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ ഇവരുടെ ഈ ഫാമിലി വ്ളോഗ്സ് ഇട്ടിട്ട് അതായത് ഭയങ്കര വൈറലായിരുന്നു. എന്നെ അച്ഛൻ അടിച്ചു, എന്നെ അച്ഛൻ വീട്ടിൽ നിന്ന് പുറത്തൊക്കെ, എൻ്റെ അനിയനെ ഞാൻ അങ്ങനെയല്ല കണ്ടതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്നിട്ട് ഫൈനലി എല്ലാം കഴിഞ്ഞ് ഒരു ഫോർച്യൂണർ എടുത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തോളത്ത് കയ്യിൽ വിട്ടു. അവസാനം കണ്ടിരുന്ന ആൾക്കാർ മൂഞ്ചി എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ച് സിമിലർ ടൈപ്പ് ഫോർച്യൂണറിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് സംഗതി ഇച്ചിരി സീരിയസ് ആണ്. ഇവർ ശരിക്കും ഡിവോഴ്സ്ഡ് ആയിട്ടുണ്ട്. ഡിവോഴ്സ് ആകാനുള്ള ലീഗലായിട്ടുള്ള മൂവ് എന്ന് വെച്ചാൽ മ്യൂച്വലായിട്ടാട്ടോ ചെയ്യുന്നത്. അതായത് അടിച്ച് പിരിഞ്ഞല്ല, ഇവർ രണ്ടുപേരും മ്യൂച്വൽ. അതായത് ഇനി ഇവരുടെ ലൈഫിൽ ഇനി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവുമെന്നൊന്നും ഇവർ തന്നെ മ്യൂച്വലായിട്ട് എടുത്ത ഒരു ഡിസിഷനാണ്. അത് റെസ്പെക്ട് ചെയ്യുന്നു, നല്ല കാര്യം. ഒന്നുമില്ല, പൊന്നൂസ് നല്ലൊരു കുട്ടിയാണ്, ഒരിക്കലും ഞാൻ അവളെ മോശം പറയണം അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷേ ഞങ്ങൾ 2 പേർക്ക് ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വേറെ പിരിയാൻ തീരുമാനിച്ചത്. പിന്നെ ചിലർ പറയേണ്ടത് നിങ്ങൾ പെട്ടെന്ന് എടുത്ത തീരുമാനം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്.
നമ്മളിപ്പോൾ ഒരു വണ്ടി വാങ്ങല്ലല്ലോ, ഒറ്റയടിക്ക് എടുക്കുന്ന തീരുമാനമാണ്. നമ്മൾ ഏകദേശം 7 വർഷത്തോളമായി ഞങ്ങൾ കല്യാണം കഴിച്ച് ജീവിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ അടി, പ്രശ്നങ്ങൾ, വഴക്കുകൾ, ഒരുപാട് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവണൊക്കെ പോലൊക്കെ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാനും കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു സംഗതിയിലേക്ക് പോവാതെ ഞാനും അവളും പാടന്നെ മ്യൂച്വലി എടുത്ത തീരുമാനമാണ് പിരിയാൻ. അത് നല്ലൊരു ഡിസിഷൻ തന്നെയാണ്, മ്യൂച്വലി എടുക്കുന്നത് തന്നെയാണ് നല്ലത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇപ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട്, ഇവർ പുള്ളിക്കാരിയുടെ പോസ്റ്റിൽ തന്നെ പറയുന്നുണ്ട്, അത് ഞങ്ങൾക്ക് ഇപ്പോഴും അത് ആ സ്നേഹമുണ്ട്, പക്ഷേ വേറെ ആളുടെ ലൈഫിൽ കയറാൻ ഇനി അങ്ങോട്ട് ഇടപെടാൻ താല്പര്യമില്ലെന്ന രീതിയിൽ നല്ല പറയുന്നുണ്ട്, നല്ല മ്യൂച്വലായിട്ട് വന്നു. രണ്ടുപേർ ഇപ്പോൾ മറ്റേ പുള്ളിക്കാരിക്കാണെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഓൺലൈൻ സ്റ്റോറുണ്ട്, പുള്ളിക്കാരനും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണ് ഇപ്പോൾ മെയിനായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും അവരവരുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള അവർ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. യൂട്യൂബ് വഴി ഇവർ ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ യൂട്യൂബ് ഉപയോഗിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഒന്നുമല്ല, പക്ഷേ അവളെ പറ്റി കുറേ നെഗറ്റീവ് കമൻസുകളും അല്ലെങ്കിൽ ഇത് കണ്ടപ്പോൾ അത് എനിക്കൊരു വിഷമം തോന്നി. കാരണം ഞാൻ കാരണമാണ് അവൾക്ക് അത് അങ്ങനത്തെ ഒരു നെഗറ്റീവ് കമൻസുകൾ വരുന്നതെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ അന്നിട്ട് ആ ഒരു തമ്പലൈൻ അല്ലെങ്കിൽ ആ ഒരു ക്യാപ്ഷൻ കൊണ്ട് മാത്രം അവൾക്ക് അങ്ങനത്തെ ഒരു കമൻസുകൾ വരികയാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെയൊന്നുമല്ല, അത് എൻ്റെ മിസ്റ്റേക്കായിരുന്നു ഞാൻ അന്ന് അങ്ങനത്തെ ഒരു ക്യാപ്ഷൻ ഇട്ടത്. അപ്പോൾ ഞാൻ പറയുന്നു, അങ്ങനൊന്നുമില്ല. ഞങ്ങൾ രണ്ടാളുടെയും പൂർണ്ണ തീരുമാനവും അതുപോലെ തന്നെ നമ്മൾ ഫാമിലിയും കാര്യങ്ങളെല്ലാം ഒത്തിതാക്കിയിട്ടുള്ളൊരു തന്നെയാണ് നമ്മൾ. യെസ്, ഇത് പുള്ളിക്കാരൻ പണ്ട് ചെയ്തൊരു വീഡിയോ ആണ്. അതായത് ഈ സുജിൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ പണ്ടൊരു ഒരു വീഡിയോയിൽ ഇതേപോലെ അതായത് പൊന്നൂസിൻ്റെ അവിഹിതം പൊക്കിന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷൻ ഇട്ടിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പ്രാങ്ക് വീഡിയോ ആണ്. ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടിങ് കുറേ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ആ രീതിയിലായിരുന്നു ഇത് വന്നിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഒരു പ്രാങ്ക് പോലെയായിരുന്നു സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള കുറേ വീഡിയോസ് ഇതേപോലെ മറ്റേ ഈ പുള്ളിക്കാരായിട്ട് വഴക്കുണ്ടാക്കുന്ന അതേപോലെ പ്രാങ്ക് പോലത്തെ കേട്ടോ. അപ്പോൾ ഇതേപോലെ കുറേ വീഡിയോസ് ഇവർ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ സുജിൻ്റെ സൈഡിൽ നിന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും ആൾക്കാർ എന്ത് വിചാരിച്ചത്, അപ്പോൾ ഈ പുതിയൊരു ഇത് വന്നപ്പോഴത്തേക്ക് എന്താ പുതിയ കണ്ടന്റ് വേണ്ടിയിട്ട് ഇനി പൊങ്ങി വരാനായിട്ട് പുതിയൊരു കണ്ടന്റ് വേണ്ടിയിട്ട് ചെയ്യുന്ന ആദ്യം വിചാരിച്ചു. പിന്നെ പോസ്റ്റിൽ കൂടെ ഇവർ രണ്ടുപേരും മ്യൂച്വലി പറഞ്ഞപ്പോഴാണ് ഇത് ഓക്കെ എന്ന് മനസ്സിലായത്. യൂട്യൂബിലൊരു വീഡിയോ ചെയ്ത് വരണം, അല്ലെങ്കിൽ ഇത് വെച്ച് റീച്ച് ഉണ്ടാക്കിയിട്ട് കാശ് ഉണ്ടാക്കണം എന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടേ ഇല്ല. ഇത് പറയുന്നത് ബെസ്റ്റ് ആൾ തന്നെയാണ് പറയുന്നത്. അത് കണ്ടന്റ് കൊണ്ടിട്ട് ഇതേപോലെ പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അത് കളിയാക്കി പറഞ്ഞല്ല, അത് ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോഴത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ഈ പുള്ളിക്കാരൻ്റെ പേരിൽ പണ്ടൊരു കുറച്ച് നാൾക്ക് മുന്നേ 2025 കുറച്ച് പോലീസ് കേസ് വന്നിട്ടുണ്ടായിരുന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറ്റിംഗ് ആപ്സ് പ്രൊമോട്ട് ചെയ്തതിന്. അതായത് നിങ്ങൾക്ക് വ്യക്തമായി അറിയാം, ഇന്ത്യയിൽ ബെറ്റിംഗ് ആപ്സ് പ്രൊമോട്ട് ചെയ്യുന്നത് ബാൻ ചെയ്തിട്ടുള്ള കാര്യം. അതായത് ഇതേപോലെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാരുടെ പേരിൽ ചുമ്മാ ഇതേപോലെ ചെറിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിരിക്കും 10,000 ഫോളോവേഴ്സുള്ള ആൾക്കാർക്ക് പോലും അവർ ഓഫർ ചെയ്യുന്ന 50,000 രൂപ 60,000 രൂപ ഓഫർ ചെയ്യണം. അപ്പോൾ ഇതേപോലെ വലിയ ഫോളോവേഴ്സുള്ള ഇൻഫ്ലുവൻസർക്ക് ലക്ഷങ്ങൾ ഓഫർ ചെയ്യും, അതായത് ബെറ്റിംഗ് ആപ്ലിക്കേഷൻസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട്. ഇതേപോലെ പുള്ളിക്കാൻ 2-3 ബെറ്റിംഗ് ആപ്ലിക്കേഷൻസ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നാട്ടുകാർ ഉടായിപ്പാന്ന് പറഞ്ഞു ഇതേപോലെ എക്സ്പോസ് ചെയ്ത് കുറേ പേര് ഇങ്ങനെ ഇതേപോലെ തെറ്റാന്ന രീതിയിൽ വീഡിയോസും ചെയ്തു. അതിനുശേഷം പുള്ളിക്കാരൻ്റെ പോലീസ് കേസ് അങ്ങനെ ബെറ്റിംഗ് ആപ്പിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് കുറേ ന്യൂസിൽ കുറേ വാർത്തകളൊക്കെ വന്നിട്ട് പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അങ്ങനെ പോലീസിനെ ഡിസേബിൾ അങ്ങനെ കുറേ വാർത്തകൾ നമ്മൾ കേട്ടതാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായത് കുറച്ച് 2025 നടന്ന സംഭവമാണ്. പുള്ളിക്കാരൻ്റെ സോഷ്യൽ മീഡിയ അങ്ങനെ മെയിൻ അക്കൗണ്ട് ഇത് പോലീസിനെ ഡിസേബിൾ ചെയ്തു. ഇതേപോലെ ബെറ്റിംഗ് ആപ്ലിക്കേഷൻസ് പ്രൊമോട്ട് ഇല്ലീഗൽ ആപ്സ് പ്രൊമോട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ഇത് ഡിസേബിൾ ചെയ്ത് അങ്ങനെ കുറച്ച് നാളെ പുള്ളിക്കാരൻ എയറിലായിരുന്നു. അതിനുശേഷം പുള്ളിക്കാരൻ വേറെ കുറച്ച് പരിപാടിയാണ്, അത് ഐഫോൺ ഗീവ് അവേ. ആ ഗീവ് അവേയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 99 രൂപ എന്തോ ഇത്രയും ഒരാൾക്ക് ഇത്ര ഒരു ആപ്പിൽ കൂടെ അടയ്ക്കണം. അതായത് അത് 100 പേരോ ഇത്രയും പേര് എന്തോ 1000 പേരോ 100 പേരോ ഇത്രയും പേര് ആയി കഴിയുമ്പോഴത്തേക്കും ആണ് അതിൽ നിന്ന് ഡ്രോ എടുക്കുന്നത്. അതായത് 99 രൂപ അടച്ചവർക്ക് അതിൽ നിന്ന് ഡ്രോ എടുക്കും. അതെന്തൊരു ഗീവ് അവേയാ, അതെനിക്ക് മനസ്സിലാവുന്നില്ല. അത് 100 പേര് ഒരു 1000 പേര് എന്തോ 1000 അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. എനിക്ക് ആ പണ്ടത്തെ ആ റീൽ ഞാൻ തപ്പിയിട്ട് കണ്ടില്ല. അത് ഇതേപോലെ ഒരു ഗീവ് അവേ, ഐഫോൺ ഗീവ് അവേ. അതായത് 99 രൂപ എന്തോ നിങ്ങളൊരു ആപ്പിൽ കയറി അടച്ചു കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ തന്നെ ഇട്ട വീഡിയോ കേട്ടോ, 99 രൂപ നിങ്ങൾ ഈ ആപ്പിൽ കയറി അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 99 രൂപ അടയ്ക്കുന്നവരെ ഒരു ലോട്ടിൽ വെക്കും. ആ ലോട്ടിൽ നിന്ന് എടുത്ത് വിൻ ചെയ്യുന്നവർക്ക് ഐഫോൺ ഗീവ് അവേ കൊടുക്കും. 1000 പേര് അന്നത്തെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ അടുപ്പിച്ച് അവർക്ക് കിട്ടും. അതായത് ഒരു ഐഫോണിൻ്റെ വില തന്നെ. അപ്പോൾ നിങ്ങളുടെ ചാൻസ് വിൻ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ നിങ്ങൾ 99 രൂപ മുടക്കണം. പക്ഷേ ഈ ഗീവ് അവേ നടത്തുന്ന ആളുടെ ആലോചിച്ച്, അതായത് ഈ സ്പോൺസർ ചെയ്ത ആൾക്ക് നല്ല ലാഭമല്ലേ. അതായത് ഇപ്പോൾ ഒരു 2000 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡബിൾ ഇരട്ടി പൈസയും കിട്ടും. 1 ലക്ഷം രൂപയുടെ ഫോണും കൊടുക്കാം, 1 ലക്ഷം രൂപ അവർക്ക് കയ്യിലും ഇരിക്കും. ഇതേപോലത്തെ ആപ്സ് ആയിരുന്നു ആദ്യം പുള്ളിക്കാരൻ പ്രൊമോട്ട് ചെയ്തത്. അങ്ങനെ പുള്ളിക്കാരൻ കുറേ എയർലായി
പിന്നെ പുള്ളിക്കാരൻ നോർമലി ഫാമിലി വ്ളോഗ്സ് നിർത്താനുള്ള കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ കുഴി പുള്ളിക്കാരൻ തന്നെ കുറേ വെട്ടി അങ്ങനെ ഇത് ചെയ്ത് പിന്നെ കുറേ പേർക്ക് പുള്ളിക്കാരൻ ഇഷ്ടപ്പെടാണ്ടായി. അങ്ങനെയാണ് പുള്ളിക്കാരൻ നോർമലി ഇതിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് അങ്ങ് ഫോം ഔട്ടായി പോയത്. ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ പുള്ളിക്കാരൻ ഇപ്പോഴും അങ്ങനെ ചെറിയ ചെറിയ റീൽസൊക്കെ ഇടുന്നുണ്ട്. എന്നാലും പക്ഷേ ഇപ്പോൾ അത്രയും പണ്ടത്തെ അത്ര ഇതില്ല. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക.